സോ നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിൾ തന്നെ ലൈക്ക് ഐറിസ് ഡേറ്റ സെറ്റിൽ നമ്മളൊരു മോഡൽ ട്രെയിൻ ചെയ്തു. ആ മോഡലിനെ തന്നെ ഫാസ്റ്റ് API വെച്ച് നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യാം. അതായത് വിത്തൗട്ട് യൂസർ ഇന്റർഫേസ് ഒന്നുമില്ല. നമ്മൾ 4 ന്യൂമറിക് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് തിരിച്ചു വരണം. അതായത് ഏത് ഫ്ലവർ ആണ്, സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്, ഈ 4 ന്യൂമറിക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ ഫ്ലവറിനെയും നമുക്ക് തിരിച്ചു വരണം. സോ അതിന്റെ ഫാസ്റ്റ് API എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന്റെ എക്ലം കോഡാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഈ ഒരു ബേസിക് കോഡ് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്ത മോഡൽ ലോഡ് ചെയ്യണം. കാരണം ഈ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻസ് എടുക്കുന്നത്. സോ ആ ഒരു പാർട്ട് ഇവിടെ ഉണ്ട്. ദെൻ കുറച്ച് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇമ്പോർട്ട് ഉണ്ട്. അതുപോലെ മോഡൽ ലോഡ് ചെയ്യാനായിട്ട് പിക്കിൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫാസ്റ്റ് APIയുടെ കുറച്ച് ഇതുണ്ട്, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ ഇവിടെ ആക്ച്വലി ഒരു ക്ലാസ് ഇൻഹെറിറ്റൻസ് ബേസ് മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു മോഡൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു സബ് ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്യുവാണ്. സോ ആ ഒരു പാർട്ട് ഇവിടെ ഉണ്ട്. ദെൻ അതിനുശേഷം മെയിൻ ഓപ്പറേഷൻ നടക്കുന്നത് ഇവിടെയാണ്. അതായത് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞ ഒരു URL ഹോം പേജിൽ നിന്ന് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞ URL നമ്മുടെ എന്താണോ ഈ ഇൻപുട്ട്, അതായത് 4 ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു. ആ 4 ഇൻപുട്ട് എന്താണ് ഒരു അറേ ആക്കി മാറ്റിയ ശേഷം നമ്പേ അറേ ആക്കി മാറ്റിയ ശേഷം നമ്മുടെ മോഡലിലോട്ട് പാസ് ചെയ്യുന്നു. സോ മോഡൽ ഒരു പ്രഡിക്ഷൻ തരുന്നു. അതിന്റെ ലൈക്ക് അതേത് ഫ്ലവർ ആണെന്നുള്ള പ്രഡിക്ഷൻ ആണ് തിരിച്ചു തരുന്നത്. അതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇത്രയാണ് ഈ കോഡ് ബേസിൽ വരുന്നത്. സോ ഇതിന്റെ ലൈക്ക് റണ്ണിങ്ങിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഡോക്യുമെന്റേഷനിലോട്ട് പോകുമ്പോൾ അതിന്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. സോ ഇത് ഡോക്യുമെന്റേഷനിൽ പോയാൽ നമുക്ക് ബേസിക്കലി ഈ ഒരു പ്രഡിക്റ്റ് എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു URL ആണ് ഇതിലുള്ളത്. സോ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്. അതായത് എന്തൊക്കെയാണ് അതിന്റെ ഇൻപുട്ട്, എന്താണ് ഒരു ഔട്ട്പുട്ട് വാല്യൂ, എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് വാല്യൂ, ഒരു സ്ട്രിംഗ് ആയിരിക്കും നമ്മുടെ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ലൈക്ക് JSON ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ വാല്യൂ പേസ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് തിരിച്ചു കിട്ടും. സോ നമുക്കത് ട്രൈ ഔട്ട് ചെയ്യാം. സോ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ ഒരു വാല്യൂസ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യണം. ഫീച്ചർ 1 എന്ത് വേണം, ഫീച്ചർ 2 എന്ത് വേണം, 4 ഇൻപുട്ടിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും നമ്പേഴ്സ് കൊടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് വെർജിനിക്ക, ഐറിസ് വെർജിനിക്ക എന്ന് പറഞ്ഞ പ്രഡിക്ഷൻ ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നമുക്ക് യൂസർ ഇന്റർഫേസ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റേഷനിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. ബട്ട് ഫ്രം നമ്മളൊരു HTTP റിക്വസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ലൈക്ക് ഈ ഒരു URL വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കേൾ കമാൻഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത്, API കോൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഓരോ ഫീച്ചറിനും ഇക്വലന്റ് ആയിട്ടുള്ള ന്യൂമറിക് വാല്യൂസ് ഫില്ല് ചെയ്തതിനു ശേഷമായിരിക്കും ഈ ഒരു കമാൻഡ് എക്സിക്യൂഷൻ നടക്കുന്നത്. സോ അതിന്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് തിരിച്ച് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ലൈക്ക് ഫ്രണ്ട് എൻഡ് എന്നുള്ള രീതിയിൽ ഇതിൽ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കമാൻഡ് API കോൾ മാത്രമേ നമ്മൾക്ക് ഉള്ളൂ. സോ ജസ്റ്റ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമാൻഡ് ലൈൻ ഇപ്പം ഞാനത് കൊടുത്തപ്പോൾ എനിക്ക് ലൈക്ക് ഈ ഒരു പ്രഡിക്ഷൻ കമാൻഡ് ലൈനിൽ തന്നെ ഈ ഒരു ലൈക്ക് ഇൻപുട്ട് ഫീച്ചേഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മോഡൽ പ്രഡിക്ഷൻ വാല്യൂ എനിക്ക് തിരിച്ചു കിട്ടുന്നു. സോ UIs യൂസർ ഇന്റർഫേസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലൈക്ക് മോഡലിനെ സെർവ് ചെയ്യാനും മോഡലിൽ നിന്നുള്ള യൂസറിന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രഡിക്ഷൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ഇങ്ങനെയുള്ള APIs ഡെവലപ്പ് ചെയ്യുന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ആയിരിക്കും. അതിന് യൂസർ ഇന്റർഫേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ മോഡൽ പ്രഡിക്ഷൻസ്, ആ ഒരു മോഡൽ പ്രഡിക്ഷൻ പാർട്ട് നമുക്ക് അതിൽ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് അയാൾക്ക് നമ്മുടെ മോഡൽ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ബേസിക്കലി യൂസിങ് ഫാസ്റ്റ് API ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ നമ്പർ ഓഫ് ഇൻപുട്ട് ഫീച്ചേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന
പ്രോബ്ലം അനുസരിച്ച് ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇതിൽ ചേഞ്ച് വരുത്തിയാൽ മതിയാവും. ഇവിടെ നിങ്ങൾ സ്ട്രിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫീച്ചർ 1 ഈസ് സ്ട്രിംഗ് അല്ലെങ്കിൽ ഫീച്ചർ 2 ഈസ് സ്ട്രിംഗ് ഫ്ലോട്ട് ഓർ ഇന്റ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുക. അതുപോലെ പാസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വാല്യൂസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ പിക്കിൾ ചെയ്തിട്ട് ലോഡ് ചെയ്യുന്ന മോഡൽ കറക്റ്റ് മോഡൽ ആയിരിക്കണം. ആ മോഡൽ എക്സ്പെക്ട് ചെയ്യുന്ന ഫോർമാറ്റിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് നമ്പർ ഓഫ് ഇൻപുട്സ് തന്നെ ആയിരിക്കണം കറക്റ്റ് ആയിട്ട് അതിലോട്ട് ഇൻപുട്ട് ആയിട്ട് നിങ്ങൾ പാസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, സോ ഫാസ്റ്റ് APIയുടെ പാർട്ട് ഈ പറയുന്ന മോഡൽ സെൽവിങ് പാർട്ട് ഓൾസോ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻക്ലൂഡിങ് സൈക്കിറ്റ് ലേൺ മോഡൽ ട്രെയിൻ ചെയ്ത മോഡൽ പിക്കിൾ ചെയ്ത് ഫാസ്റ്റ് API വഴി സെർവ് ചെയ്യുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.